ജിൻഡോയെ ഇവിടുന്ന് പുറത്താക്കി ഗബ്രിയെ മാത്രം തിരിച്ചു കയറ്റാൻ പറ്റുമോ ലാലേട്ടാ? ഇല്ല അല്ലേ? ജിൻഡോ വളരെ റോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും അയാൾ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് രശ്മിൻ പറയുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ അടുത്ത്. അപ്പൊ ഉടനെ ലാലേട്ടൻ, എനിക്ക് ജിൻഡോ എന്നോ ഗബ്രി എന്നോ ഇല്ല രശ്മിൻ, അതൊക്കെ നിങ്ങൾക്കല്ലേ. എനിക്ക് അവർ രണ്ടുപേരും പ്ലേയേഴ്സ്, അത്രേ ഉള്ളൂ. അവർ രണ്ടുപേരും മോശമായി സംസാരിക്കുന്നത് കൊണ്ട് അവരെ ഞാൻ ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങളും വളരെ മോശമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ആളല്ലേ, അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ആദ്യം നമ്മൾ മാത്രം ശരി, വേറുള്ളവർ തെറ്റ് എന്ന് ചിന്തിക്കരുത്. റസ്മിന് ഒരു വിചാരമുണ്ട്, താൻ എന്തോ വലിയ സംഭവമാണ്, താൻ എടുക്കുന്ന സ്റ്റാൻഡ് എല്ലാം വളരെ കറക്റ്റ് ആണ്, അതെല്ലാം പുറത്ത് വലിയ പോസിറ്റീവ് റെസ്പോൺസ് ആണ്, എല്ലാവരും കയ്യടിയാണ് എന്ന്. ആ ഒരു അഹങ്കാരത്തിന് ലാലേട്ടൻ കൊടുത്ത കൊട്ടാണ് ഇത്. ഒരു കാര്യമില്ലാതെ ലാലേട്ടൻ്റെ വടി കൊടുത്ത് അടി മേടിച്ചതാണ് നമ്മുടെ രസ്മിൻ ഭായ്. രണ്ടുപേരും ഒരു നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ പുറത്താക്കലിന്റെ വക്കിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് രസ്മിൻ സുഹൃത്തിനെ രക്ഷിച്ച് ബദ്ധശത്രുവിനെ വിടുന്ന കാര്യം പറയുന്നത്. ജിൻഡോ ഇതിനു മാത്രം വലിയ പരാമർശങ്ങളൊന്നും അവിടെ നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് 2 ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ പുള്ളി മാപ്പും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് കാണാതെ അപരാധപ്പറവുകളുള്ള വീടാണ് അത്. അങ്ങനെയുള്ളവന്മാരെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോ പറഞ്ഞതൊക്കെ ഒത്തിരി ചെറുതാണ്. അതൊന്നും രസ്മിന്റെ കണ്ണിൽ പിടിക്കത്തില്ല, അതൊന്നും രസ്മിൻ ചോദ്യം ചെയ്യത്തില്ല. കാരണം സുഹൃത്താണ്, വലിയ സുഹൃത്താണ്. പക്ഷെ പറയുമ്പോ എന്താണ്, വലിയ ടീച്ചറുമാണ്. ക്ലാസ് റൂമിലും ഇതേ ഫേവറേറ്റ്സിനെ കാണിക്കണം കേട്ടോ രസ്മിനെ. ഇഷ്ടമുള്ളവരെ എല്ലാം താങ്ങി നിൽക്കണം, ഇതേപോലെ ഇഷ്ടമില്ലാത്തവരെ എല്ലാം തഴയണം. ഒരു 2 മാർക്ക് കുറയ്ക്കണം അവരുടെയൊക്കെ പരീക്ഷാ പേപ്പറിൽ നിന്നും. ഏതായാലും കൊള്ളാം, ലാലേട്ടൻ ഓരോ ആഴ്ചയും വരും, രസ്മിനെയും ജാസ്മിനെയും ഗ്രില്ലിലേക്ക് കയറ്റി പൊരിക്കും, പോവും. വീണ്ടും അടുത്ത ആഴ്ച വരും, ഗ്രില്ലിലേക്ക് കയറ്റി പൊരിക്കും, പോവും. വീണ്ടും അടുത്ത ആഴ്ച ഇത് തന്നെ. എല്ലാ ആഴ്ചയും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കേട്ടില്ലെങ്കിൽ ഇതുങ്ങൾക്ക് 2 എണ്ണത്തിന് ഉറക്കം വരില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ മനുഷ്യനാണെങ്കിൽ പരമാവധി നൈസായിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങേറെ തലേ കയറി ചോദിച്ച് മേടിക്കുകയാണ് ജാസ്മിൻ രസ്മിനും ഒക്കെ. നാണമെന്ന് പറയുന്ന സാധനമില്ല ഈ 2 പേർക്കും. എനിക്ക് അറിയാൻ മേലാത്തത് ചോദിക്കുകയാണ് കേട്ടോ.